കൊല്ലം ആയൂരിൽ ടെക്സ്റ്റൈൽസ് ഉടമയെയും ജീവനക്കാരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം സ്വദേശി അലി, പള്ളിക്കൽ സ്വദേശിനി ദിവ്യമോൾ എന്നിവരാണ് മരിച്ചത്. ഒരു വർഷമായി അലി ഇവിടെ തുണിക്കട നടത്തിവരികയാണ്. കടയിലെ മാനേജറാണ് ദിവ്യമോൾ. ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു വർഷത്തോളമായി ഇവരിവിടെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് ലാവിഷ് എന്ന് പറയുന്ന തുണിക്കടയാണ്. ഇവിടെ ഒരു ഞാൻ അറിയാൻ കഴിഞ്ഞത് തേവന്നൂരുള്ള ഒരു സ്റ്റാഫും അതുപോലെ തന്നെ മലപ്പുറത്തുള്ള ഒരു ആളാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇതിന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായിയെ അറിയിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഇവിടെ യാതൊരു വിവരവും സംഘടനയുമായി യാതൊരു ബന്ധമോ നമുക്ക് ഇവിടെ ഈ കടയുമായി ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ അറിയാൻ കഴിയുന്നത് ഇവിടെ ഈ തുണിക്കടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുറംലോകവുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഈ കട നടന്നുകൊണ്ടിരുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, എന്താണ് സംഭവിച്ചത്? ഈ ആത്മഹത്യക്ക് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? ടോം, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആയൂരിൽ പ്രവർത്തിക്കുന്ന ലാവിഷ് എന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പിനുള്ളിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ വിവരം പുറത്ത് അറിയുന്നത്. കടയുടമ കോഴിക്കോട് സ്വദേശിയായ അലി, ഇയാളുടെ മാനേജറും തേവന്നൂർ സ്വദേശിനിയുമായ ദിവ്യമോൾ എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീവനക്കാർ രാവിലെ കടയിലെത്തിയപ്പോൾ സ്ഥാപനം തുറക്കാതെ വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ഫാനുകളിലായി ഇരുവരും ജീവനൊടുക്കിയ നിലയിലായിരുന്നു മൃതശരീരങ്ങൾ കാണപ്പെട്ടത്. ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമികമായുള്ള ഒരു നിഗമനം. ഉടൻ തന്നെ ചടയമംഗലം പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും മേൽ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇപ്പോൾ മൃതശരീരം അവിടെ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് തുടർ നടപടികൾക്കായി കൊണ്ടുപോയി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. മരണകാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ടോം, ഈ കുടുംബത്തിന് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? ഈ രണ്ടുപേരും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് യുവതി വിവാഹിതയാണ്, 2 കുട്ടികളുടെ അമ്മയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. അങ്ങനെ ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ വിനീഷ്? ടോം, പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ജീവനക്കാർ പോലീസിനോട് പറഞ്ഞത് ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കടയിലേക്ക് സാധനങ്ങൾ, അതായത് ഇവരുടെ സ്റ്റോക്ക് എടുക്കാനായിട്ട് ഇവർ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോകുന്നത് ഇവർ ഒരുമിച്ചായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ പ്രണയത്തിലായാണ് എന്നുള്ള ചില സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇനിയിപ്പോൾ പോലീസിന് അറിയേണ്ടത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇനി നടക്കാൻ പോകുന്നതും. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദിവ്യമോൾ വിവാഹിതയാണ്, 2 മക്കളുടെ അമ്മയും കൂടിയാണ്. അപ്പോ എന്താണ് ഇവരുടെ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഫോറൻസിക് സംഘമടക്കം പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇവരുടെ ഫോൺ രേഖകളടക്കം പരിശോധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെ എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവരുടെ ഈ ജീവനക്കാരുടെ മൊഴികൾ നിർണായകമാണ്. ഇത്തരത്തിലുള്ള ചില സൂചനകളും ജീവനക്കാർ നൽകിയിട്ടുണ്ട്. ടോം, വിനീഷ്, ഈ ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന മൊഴി നൽകിയിട്ടുണ്ട്. കുടുംബത്തിന്, ഈ യുവതിയുടെ കുടുംബത്തിന് ഇതേക്കുറിച്ച് അറിയാമായിരുന്നോ? മാത്രമല്ല ഈ മരിച്ച ഈ ടെക്സ്റ്റൈൽസ് ഉടമ അലി, ഇയാൾ വിവാഹിതനാണോ? ഇരുവരും സ്വാഭാവികമായി ഇവിടെ വന്ന ശേഷമായിരിക്കും അടുപ്പത്തിലായത്. ഇനി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുടുംബം ഇതറിഞ്ഞ്, വീട്ടുകാർ ഇതറിഞ്ഞതിൻ്റെ പ്രശ്നം, അങ്ങനെ ആയിരിക്കുമോ ഇത് ആത്മഹത്യക്ക് നയിച്ച കാരണം? ടോം, ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നുള്ളത് ജീവനക്കാർക്ക് വ്യക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കടയുടെ ആവശ്യങ്ങൾക്കായിട്ടടക്കം ഇവർ ഒരുമിച്ചാണ് യാത്ര ചെയ്തിരുന്നതെല്ലാം. കഴിഞ്ഞ ദിവസം ഷോപ്പ് അടച്ചിട്ട് ഈ യുവതി വീട്ടിൽ ചെന്നില്ല എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വീട് വിട്ട് ഇങ്ങനെ കടയുടെ ആവശ്യങ്ങൾക്കായിട്ട് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായതുകൊണ്ട് വീട്ടുകാർ കരുതി എന്ന് പറയുന്നു. അങ്ങനെ ആവശ്യത്തിന് പോയിട്ടുണ്ടാവാം എന്നുള്ളത് കരുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും ഇന്ന് രാവിലെ കട തുറക്കാതെ വന്നതോടുകൂടിയാണ് ഈ ഒരു മരണം അറിയുന്നത്. ജീവനക്കാരാണ് പോലീസിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. ഇനി ഇതിന്റെ കൂടുതൽ വ്യക്തത വരാനുണ്ട്. ടോം, ഈ ഇവരുടെ ഫോൺ രേഖകളും കടയിലെ മറ്റ് കണക്കുകളും എല്ലാം തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ മാനേജർ പോസ്റ്റാണ് ഈ ദിവ്യക്കുള്ളത്. അപ്പോൾ ഈ മരണത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അന്വേഷണം
തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായി അന്വേഷിക്കും എന്നുള്ളൊരു വിവരമാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്നത്. യെസ്, വ്യക്തമാണ്. കൊല്ലത്താണ് ടെക്സ്റ്റൈൽ ഉടമയും ജീവനക്കാരിയും സ്ഥാപനത്തിനുള്ളിൽ തൂങ്ങി മരിച്ചത്.